ദൂരദർശനിലൊരിക്കൽ ഒരു ചർച്ചയ്ക്ക് ഒരു CPM തന്നെ ഒരു മുതിർന്ന നേതാവ് ചർച്ചയ്ക്ക് വന്നിരുന്നു. അന്ന് ഈ നമ്മുടെ ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇതേ ഒരു ലോബിയാണ്, കൊച്ചി ലോബിയാണ് ഇതിനും തടസ്സം നിൽക്കുന്നത് എന്ന്. അപ്പോൾ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട പല വികസനത്തിനും ഈ ലോബി തടസ്സമായി നിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ വന്ന സംഭവമാണ്. ഇതിനൊരു മാറ്റം വരില്ലേ? ഇങ്ങനെ തന്നെ തുടരുമോ? ഇത് നമ്മൾ ആദ്യം നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാൻ നോക്കുക. കാരണം ഇപ്പം ഈ ഹൈക്കോടതി ബെഞ്ചിൻ്റെ കാര്യം പറഞ്ഞു, നിയമപരമായിട്ട് തിരുവനന്തപുരത്തിനാണ് അത് കിട്ടേണ്ടത്. ഒരു ഹൈക്കോടതി ബെഞ്ച് എങ്കിലും ആവശ്യമാണ്. ഹൈക്കോർട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഹൈക്കോർട്ടാണ് കൊച്ചിക്ക് മാറ്റിയത്. അത് പലർക്കും അറിയില്ലായിരിക്കും. എന്തായാലും ശരി, ഈ ഹൈക്കോർട്ട് ബെഞ്ച് ഇവിടെ വരാത്തതിൻ്റെ കാര്യം ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കേസ് വാദിക്കുന്ന വക്കീലന്മാർക്കൊക്കെ ട്രാവൽ ബത്ത് കിട്ടും. ഇപ്പം ഈ ഒരു എയർപോർട്ട് വേറൊരു ഇതിന് അനുബന്ധമായിട്ട് വേറെന്ന് പറയാം. ഒരു എയർപോർട്ട് ഡിസൈറബിൾ ആവുന്ന എന്താണ്? നമുക്ക് അവിടെ ശല്യമൊന്നും ഇല്ലാതിരുന്നാൽ നമുക്ക് ഡിസൈറബിൾ ആവും. അപ്പം ഞാനൊരിക്കൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലെ കാറ് സർവീസിന് പോയത് കാരണം എൻ്റെ വൈഫ് വിളിച്ച് പറഞ്ഞു, അവിടുന്ന് ഒരു ഊബർ വല്ലതും വിളിച്ച് വരാമെങ്കിൽ വരാം, ഇല്ലെങ്കിൽ പ്രീപെയ്ഡ് ടാക്സി. ഞാൻ ഊബർ നോക്കുമ്പോഴത്തേക്ക് 1600 രൂപയാണ് കവടിയാറിന് വരാനായിട്ട്. 1600 രൂപ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കാർ റെന്റിനെടുക്കുന്ന പോലാണത് ഒരു ദിവസത്തേക്ക്. ഞാൻ എന്നിട്ട് പ്രീപെയ്ഡ് നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി, പ്രീപെയ്ഡ് 600 രൂപയുള്ളൂ. പ്രീപെയ്ഡ് 600 രൂപയുള്ളെങ്കിൽ ഊബർ 500 രൂപയെ പാടുള്ളൂ. അപ്പോൾ ഇത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അവിടെ പോയി അവരുടെ ടാക്സിയെ പിടിക്കാവൂ എന്നുള്ളത്. അവിടെ എത്ര പേരുണ്ട് ഈ ടാക്സി ഓപ്പറേറ്റേഴ്സ്? 50 പേര്, 100 ടാക്സി, 100 ഇല്ല, ഞാൻ എക്സാജറേറ്റ് ചെയ്യുകയാണ്. ഈ 100 പേർക്ക് വേണ്ടിയാണോ ഒരു എയർപോർട്ട് സാക്രിഫൈസ് ചെയ്യുന്നത്, കുരുതി കൊടുക്കുന്നത്? നമ്മളിത് ആലോചിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ ഇവിടുത്തെ നേതാക്കന്മാർക്ക് ചങ്കൂറ്റമില്ലേ, കഴിവില്ലേ? അപ്പം യാത്ര ചെയ്യുന്നവർ വന്ന് സമാധാനമായിട്ട് ടാക്സി പിടിച്ച് പോകാം എന്നൊരു കോൺഫിഡൻസ് ഇല്ല. അതേസമയം മുമ്പൊരിക്കൽ ഇതുപോലൊരു ഇഷ്യൂ നെടുമ്പാശ്ശേരിയിൽ ഉണ്ടായപ്പോഴത്തേക്ക് അവിടുത്തെ പോലീസ് ഉൾപ്പെട്ട് അവരെ നിയന്ത്രിക്കുകയും ഇപ്പോൾ അവിടെ പ്രശ്നമില്ല എന്നാണ് അറിയുന്നത്. എനിക്കറിഞ്ഞൂടാ കറക്റ്റാണോ എന്നുള്ളത്. പക്ഷേ ഇവിടെ അതിൽ ഇൻവോൾവ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. എന്തിനാ 18 ഏക്കർ എയർപോർട്ടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് 18 ഏക്കർ എടുത്തു. ആക്ച്വലി 128 ഏക്കറാണ് 90കളിൽ തിരുവനന്തപുരം എയർപോർട്ടിന് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര വിമാനത്താവളമായി ഡെവലപ്പ് ചെയ്തപ്പോൾ അനൗൺസ് ചെയ്തപ്പോൾ അതിന് വേണ്ടി 128 ഏക്കറാണ് എടുത്തു കൊടുക്കാനായിട്ട് വെച്ചിരുന്നത്. അതെല്ലായിടത്തും തടസ്സം നിന്ന് അവസാനം ചുരുങ്ങി 18 ഏക്കർ ആ എയർപോർട്ടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ കൊടുക്കുക. അതായത് നമ്മുടെ ഈ ആറാട്ട് വരുന്ന ആ ഒരു മൂലയ്ക്ക് ഉണ്ട്, അവിടെ എടുത്തു കൊടുക്കാൻ. അവിടെ ഒരു കോളനിയാണ്. അവരെ പുനരധിവസിപ്പിക്കണം, യാതൊരു സംശയമില്ല. അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. അത് ഇതുവരെ അങ്ങോട്ട് നീങ്ങിയിട്ടില്ല. ഒരു 7-8 ആൾക്കാരാണ് അതിനെതിരെ നിൽക്കുന്നത്. അവരെന്തുകൊണ്ടാണ് ധൈര്യത്തോടു കൂടി എതിര് നിൽക്കുന്നത്? അപ്പോൾ അവരുടെ പുറകിൽ ആൾക്കാരുണ്ട്, അതുകൊണ്ടല്ലേ. അതുപോലെ തന്നെ 94കളിൽ ജംബോ ഇറങ്ങാനായിട്ട് 747 ബോയിങ് 747 ഡബിൾ ടക്കർ എയർക്രാഫ്റ്റാണ്. അത് ഇറങ്ങാനായിട്ട് തിരുവനന്തപുരത്തിന് പെർമിഷൻ ചോദിച്ചിരുന്നു എയർ ഇന്ത്യ. തിരുവനന്തപുരത്ത് എല്ലാം റൺവേ ലെങ്ത് എല്ലാം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഇറങ്ങുന്ന ഫ്ലൈറ്റ് പാത്തിൽ 3 തെങ്ങ് നിൽപ്പുണ്ട്. 3 തെങ്ങാണ്. ഈ 3 തെങ്ങ് മുറിക്കാൻ ഹൈക്കോടതി, സുപ്രീം കോടതി പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ലോക്കൽ കോടതി, ഹൈക്കോടതിയൊക്കെ പോയി ഇതിങ്ങനെ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും 10 വർഷം കിടന്നു, 10-11 വർഷം കിടന്നു 3 തെങ്ങ് മുറിക്കാൻ. ഇപ്പോൾ തന്നെ റൺവേ തിരുവനന്തപുരം എയർപോർട്ട് ഇന്നും ടെമ്പററി ലൈസൻസിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. എന്ന് വേണമെങ്കിലും DGCAക്ക് ഈ എയർപോർട്ട് ഡീലിസ്റ്റ് ചെയ്യാം. കാരണം ഇപ്പം ടൈറ്റാനിയം സൈഡിൽ കുറേ തെങ്ങുകളുണ്ട് ഇതുപോലെ. അത് തെങ്ങ് മുറിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഇവിടെ മഴ നിൽക്കുമെന്നും പറഞ്ഞ് കുറേ എൻവയോൺമെൻറ്റലിസം ഒക്കെ ഉണ്ട്. ഇവരുടെ പുറകിൽ ആരാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് എപ്പോഴും കേസിലും വഴക്കിലും ഒക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അതുപോലെ തന്നെ സ്ഥലം എടുത്തു കൊടുക്കും. 3 ഇപ്പം അദാനി ഇനി എന്തെല്ലാം ചെയ്താലും അത് വേറൊരു കഥയാണ്. അദാനി എന്തെല്ലാം ചെയ്താലും
ഒരാഴ്ചയിൽ ഒരു 350 ഫ്ലൈറ്റിൽ കൂടുതൽ തിരുവനന്തപുരം എയർപോർട്ടിന് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. കാരണം പാസഞ്ചേഴ്സ് വന്നാൽ പാസഞ്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. അവരെ റിസീവ് ചെയ്യാനും അതുപോലെ തന്നെ പാസഞ്ചേഴ്സിന് ഔട്ട് ബൗണ്ടായിട്ട് പോകുന്ന പാസഞ്ചേഴ്സിൻ്റെ സെക്യൂരിറ്റി ചെക്ക്, ക്ലിയറൻസ്, പിന്നെ അക്സസ് ബേസ്, ഇതെല്ലാം റെഡിയാകണം. ഇതൊന്നും ഇല്ല. ഇത്രയും ആൾക്കാർ വന്നാൽ എയർപോർട്ട് പിന്നെ ബസ്റ്റ് ഇറ്റ് സീംസ് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനാണ്. അത് വേണമെങ്കിൽ ടെർമിനൽ എക്സ്പാൻഡ് ചെയ്യണം. ടെർമിനൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ സ്ഥലം വേണം. ഈ സ്ഥലമില്ല ഇവിടെ. ആ സ്ഥലം 18 ഏക്കർ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ, അഥവാ അതിൻ്റെ കൂടെ കുറേ കൂടെ സ്ഥലമുണ്ട്, എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ടെർമിനൽ എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്താൽ ഇന്നത്തെ സ്ഥിതിയിൽ ഇറ്റ് ക്യാൻ ബി എക്സ്പാൻഡഡ് ടു ഇൻക്ലൂഡ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഓൾസോ. രണ്ടും ഇൻ്റർനാഷണലും ഡൊമസ്റ്റിക്കും കൈകാര്യം ചെയ്യുന്ന ഡ്യുവൽ ഫെസിലിറ്റി അവിടെ വരും. അത് വരുമ്പോഴത്തേക്ക് തിരുവനന്തപുരം ഡൊമസ്റ്റിക് സൈഡിലുള്ള കംപ്ലീറ്റ് ആക്ടിവിറ്റി ഇപ്പുറത്ത് വരും. അത് വന്നാൽ അവിടുത്തെ ഒരു 8-10 ലോഡ്ജസ് ഉണ്ട്, അവരെഫക്റ്റ് ചെയ്യും. അപ്പം നമ്മുടെ ഇവിടെ ഈ ഒരു 5-8, ഞാനിത് പണ്ട് പറയാറുള്ളതാണ്, ഞാൻ ഇവരെ അങ്ങനത്തെയുള്ളതാണെന്ന് പറയുകയല്ല. പക്ഷേ കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും പ്രൊഫഷണലായിട്ടുള്ള എന്തൊരു വർക്ക് വന്നാലും അതിനെ ഒരു 4-5 ഊച്ചാളികൾ വിചാരിച്ചാൽ സ്റ്റോപ്പ് ചെയ്യാവുന്നേ.